എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ബാലൻ അവസാനം ആകാശിനോടും ധർമ്മനോടുമായിട്ട് ആ കാര്യം പറയണം, ഉദയബാലിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട്. അവിടെയുള്ള ഏതെങ്കിലും പെട്ടിക്കടയിൽ ചെന്ന് അന്വേഷിച്ചാലും മതി എന്നൊക്കെയാ പറയണേ. അങ്ങനെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, അതെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും, അതിന്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഉദയബാലു സാറും മോളും ഒക്കെ നല്ല നല്ല ആൾക്കാർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ആരിനെ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കില്ലല്ലോ. ധർമ്മം പറഞ്ഞു, അത് ശരിയാ, പക്ഷേ എങ്കിൽ അന്ന് കണ്ടെടുത്തോളം വേറെ പ്രത്യേകതയൊന്നും തോന്നില്ല, നല്ല കുടുംബമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, നമ്മൾ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. ഒരു പക്ഷേങ്കില് ആരിന് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടോണെന്ന് പറയാൻ പറ്റില്ല. ആരുടെ സംശയം കൂടെ മാറ്റി കൊടുത്തേക്കാം. പോരാത്തന് അവര് പറയുകയും ചെയ്തല്ലേ, ഇനിയിപ്പം ആരും പറയുകയും ചെയ്തല്ലേ, ഇനിയിപ്പം ആ സംശയം വെച്ചോണ്ട് മുന്നോട്ട് നീങ്ങണ്ടെന്ന് പറയണം. പക്ഷെ ആനന്ദിനെന്തോ അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. തനിക്ക് നല്ലൊരു ആലോചന കിട്ടിയത്, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, എല്ലാം കൊണ്ടും നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങിപ്പോവോ എന്നൊരു ചിന്തയൊക്കെ ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആനന്ദാണെങ്കിൽ അന്വേഷിക്കാൻ പോകുന്നതിനോട് അത്ര താല്പര്യം കാണിക്കാത്ത. പിന്നീട് ആകാശ് പറഞ്ഞു, ഇനിയിപ്പം ആരും പറഞ്ഞുകൊണ്ട് എന്താണ്, ഞാനും ധർമ്മമാമനും കൂടെ നാളെ പോയി അന്വേഷിക്കാന്നൊക്കെ പറയണം. ആ സമയം ബാലൻ നല്ല സന്തോഷത്തോടുകൂടി കടയിലേക്ക് വരുവാണ്. കടയിലേക്ക് വന്നപ്പോ രാമയുടെ ചോദിച്ചു, എങ്ങനെയായി ബാല കാര്യങ്ങളൊക്കെ? ഇനിയിപ്പോ അധിക ദിവസങ്ങളൊന്നുമില്ല, ഉടനെ എന്നെ കല്യാണമൊക്കെ നടത്താന്ന് തീരുമാനിച്ചിരിക്കുന്നു പറയണം. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെ വരുവാ. ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടല്ലോ, ഇനിയിപ്പോ വേറൊന്നും നോക്കാനില്ലെന്ന് ബാലൻ പറയാണ്. ഈ സമയം ശ്രീദേവിയുടെ അടുത്തേക്ക് ശ്രീകല വരുവാണ്. ശ്രീകല വന്നിട്ട് പറഞ്ഞു, മോളെ ഇന്ന് മിക്കവാറും ആ വിനോദം അവരും പണം ചോദിക്കാനായിട്ട് വരുമായിരിക്കും എന്ന് പറയാം. പണം ചോദിക്കാനട്ടാ അന്ന് വന്ന് പറഞ്ഞു വിട്ടല്ലേ, ദേ എന്തെങ്കിലും ഒരു കള്ളത്തരം നീ ഇന്ന് പറഞ്ഞു കൊണ്ടു പറയാം. ദേ അമ്മേ എനിക്ക് പറ്റില്ല കേട്ടോ, ഞാൻ കള്ളത്തരം പറയില്ല. എത്ര തവണ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിട്ടല്ലേന്ന് ചോദിക്കാം. ഇന്ന് പൈസ കൊടുക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് ഞാനും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്യാനെന്ന് ചോദിക്കാം. എന്റെ മോളെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നീ എന്ന് അവർ വരുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടേക്കണം, അല്ലാതെ രക്ഷയില്ല. അറിയാലോ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു സമാധാനം വരുവുള്ളെന്ന് പറയാം. അമ്മയ്ക്ക് ഇത് പറയാം, പക്ഷെ എന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ, എത്ര പേരോടാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്, എത്ര പേരോടാ പൈസ മേടിച്ചു കൂട്ടിയേക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരു ദിവസം എല്ലാവരും കൂടെ നമ്മൾ പിടി വീഴുമെന്ന് പറയണം. ദേ അത് ഓർത്തിട്ട് ഇനിയിപ്പം നീ വിഷമിക്കേണ്ട, എന്തായാലും നീ രക്ഷപ്പെടാൻ പോവല്ലേ, നീ രക്ഷപ്പെടുന്നതോടുകൂടി ഞങ്ങളും രക്ഷപ്പെടും. ആ കാര്യത്തിൽ നിനക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും അമ്മ ഞാൻ എങ്ങനെയാ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടുകൂടി ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തും കേട്ടോ. കള്ളത്തരം പറയുന്നേ, കല്യാണം മുടങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി കല്യാണം എന്താ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ മേടിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ കള്ളത്തരം പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം. ഓഹോ അപ്പൊ അങ്ങനെയല്ലേ, ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി കിട്ടൊരു കൊട്ടും കൂടെ കൊടുത്ത് ശ്രീകല കൊണ്ട് എഴുന്നേറ്റ് പോവാണ്. എന്നെയൊക്കെ പറഞ്ഞാൽ മതി, നിന്നെയൊക്കെ പറയുമ്പോൾ പറയുന്നതിനൊക്കെ വിട്ടിട്ട് അവിടുന്ന് ഇവിടുന്ന് അല്ല പൈസ മേടിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ കണ്ടില്ലേ കടന്ന് അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അതെങ്ങനെയാ? ഇവിടെ അച്ഛനാണെന്നും പറയാളുണ്ട്, എവിടെ നിന്നൊക്കെ പൈസ മേടിക്കാമെങ്കിൽ അവിടെ നിന്നെല്ലാം മേടിക്കും, എന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടും, ബിസിനസ് അതാതാന്നും പറഞ്ഞുകൊണ്ട് എല്ലാം മേടിച്ചു കൂട്ടിയിട്ട് അവസാനം എല്ലാം താറുമാറായി പോവുകയും ചെയ്യും. പിന്നീട് വട്ടക്കൊട്ട കിടന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയില്. എന്ത് ചെയ്യാനാ, എന്നെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ശ്രീദേവിക്ക് നല്ല സങ്കടമായിപ്പോയി. ഇത് പോയോ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. അധികം വൈകാതെ തന്നെ തന്റെ കല്യാണം നടക്കും. കല്യാണത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ ശ്രീദേവിക്ക് അതിനേക്കാളും വലിയ ടെൻഷനാ. ഇപ്പൊ തന്നെ കുറെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കള്ളത്തിന് മേലെ കള്ളങ്ങളായിരിക്കും ഇനി പറയേണ്ടിയിരിക്കുന്നത്. കല്യാണം വരെ എങ്ങനെയും പിടിച്ചു നിന്നാൽ മതിയാവുള്ളൂ. ഒരു പക്ഷെ ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞങ്ങോട്ട് തടി കൂരിയാലോ എന്നൊരു ചിന്ത വരെ ശ്രീദേവിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇത്രയും നാളും അച്ഛനൊക്കെ പറഞ്ഞ് പടുത്തുയർത്തിയ കള്ളത്തരം അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ വല്ല കടുങ്കയും കൂടെ ചെയ്തു പോകും. അതുകൊണ്ട് മാത്രമാണ് ശ്രീദേവി എന്താളും പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഈ സമയത്ത് ആര്യം പതിവ് പോലെ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ മിത്ര വന്നിട്ട് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ചായ എടുക്കാൻ പറയാണ്. അല്ല എന്ത് പറ്റി ആര്യ, മോഹം എന്താ വല്ലായിരിക്കണം നിൽക്കി? ഒന്നുമില്ലാന്ന് പറയും. എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറയണം. പിന്നീട് ആര്യനോർത്തു, മിത്രയോട് പറയണോ കാര്യങ്ങള്? ഒരു പക്ഷെ മിത്രയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ? എന്തായാലും പറയാതിരിക്കുന്നതും മോശമല്ലേ. പിന്നീട് മിത്രയോട് ചൊല്ല, നീ ഇന്ന് പെൺവീട് കാണാൻ പോയിട്ടെ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെയോ? അവരൊക്കെ നല്ല ആൾക്കാരായിരുന്നു പറയാം. അല്ലാതെ എന്താ ആര്യം അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. അല്ല ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെയാണല്ലോ അച്ഛൻ ഈ ബന്ധത്തിന് തയ്യാറായില്ലേന്ന് ചോദിക്കാം.
അന്വേഷിച്ചെന്നാ പറഞ്ഞേ. ഞാൻ പിന്നെ കൂടുതലായിട്ടും ചോദിച്ചില്ല. ആ പെൺകുട്ടി എന്തായാലും കാണാൻ സുന്ദരിയാ, മിടിക്കുകയാന്ന് പറയാണ്. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അതിൽ കാര്യമില്ലെന്ന് പറയാണ്. എന്താ ആര്യ, എന്തേലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. അത് പിന്നെ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് ഡെലിവറി കൊടുക്കാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നേ ഇനിയിപ്പം ആനന്ദേട്ടന് വേണ്ടി വിവാഹം ആലോചിച്ച് വീടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ലെന്ന് പറയാം. എന്താ ആര്യ? ഒന്നുമില്ല, ഞാൻ ആ ആകാശനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കാനായിട്ട്. ദേ ആര്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മൾ എന്തേലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അച്ഛൻ പറയും ഇനിയിപ്പം നമ്മൾ കാണണമായി കല്യാണം മുടങ്ങിയെന്ന്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആരിനൊന്നും മിണ്ടാൻ പോകണ്ടെന്ന് പറയാം. ആനിന് തോന്നി അത് ശരിയാണ്. എന്തോ വന്നാലും അവസാനം കുറ്റം തന്നെ തലക്കലേ വരുള്ളൂ. പക്ഷെ ആനന്ദേട്ടന്റെ ജീവിതമാണ്. ഇവിടെ എന്തെങ്കിലും മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. ഈ സമയം മിത്ര പറഞ്ഞു, ആനിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ അവരന്വേഷിക്കട്ടെ, ആനിനായിട്ട് ഇറങ്ങി തിരിക്കണ്ട. കാരണം നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ പറയും നല്ലൊരു ബന്ധം കിട്ടിയതുകൊണ്ടുള്ള അസൂയായിരിക്കും എന്നൊക്കെയല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആരിന് അതിന് പോകണ്ടെന്ന് പറയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ആയില്ലല്ലോ. ആരിനും വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നീട് ആരിനെ ആലോചിച്ചു, ഒന്നും വേണ്ട, അച്ഛൻ അന്വേഷിക്കട്ടെ, അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കാനായിട്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, അന്വേഷിക്കട്ടെ നോർത്തുണ്ട്. പിന്നെ ആരിന് അതിനെക്കുറിച്ച് കൂടുതൽ മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്നാലും കിടക്കണ സമയത്തും ആന്റെ മനസ്സിലേക്ക് ആ ചിന്തകൾ വരുന്നുണ്ട്. ഇത്രയും കാലം കാത്തിരുന്നിട്ട് ആനന്ദേട്ടൻ ഒരു വിവാഹം വന്നാ അപ്പൊ അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരിനി വല്ല ഊടായ്പകളെങ്ങാനും ആണോ, അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പോരാത്തന് അച്ഛന് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കല്യാണമാണ്. അച്ഛൻ വളരെ പ്രതീക്ഷയിലാണ്. കല്യാണം അങ്ങ് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഓർത്ത് വളരെ വൈകിയാണ് ആരിന് ഉറങ്ങാൻ പോയത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആക്കിയപ്പോഴത്തേനും ബാലൻ ആകാശിനോടും ധർമ്മനോടും പറഞ്ഞു, അതെ ഇന്ന് നിങ്ങൾ പോയി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരണമെന്ന് പറയണം. അല്ല അച്ഛാ, അത് പിന്നെ വേണമെന്ന് പറഞ്ഞാൽ വേണം. ഇനിയിപ്പം ആരിനെ ബോധ്യപ്പെടുത്തല്ല, നമുക്ക് ബോധ്യം വരണ്ടേ. ഇനി ആരെങ്കിലും അവിടെ ഇവിടെ നിന്ന് എന്തേലും പറഞ്ഞു വേണ്ട, അവിടെ ചെന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു കടയിൽ പോയി അന്വേഷിച്ചാൽ മതി. അപ്പൊ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമെന്ന് പറയണം. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയണം. പിന്നീട് ധർമ്മനും ആകാശം കൂടെ അത് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ധർമ്മം പറഞ്ഞു, ഓ ഈ അളിയിൽ ഇത് എന്തൊരു കേടാ, അവിടെ പോയി വീടൊക്കെ കണ്ടല്ലേ, പിന്നെ എന്താ കുഴപ്പം, ഇനിയിപ്പം പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ടത് ആകാശം പറഞ്ഞു, അതുകൊണ്ട് എന്താ കുഴപ്പം, നമുക്ക് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാമല്ലോ, ഇനിയിപ്പോൾ ആ ഒരു സംശയം വെച്ചുകൊണ്ട് കല്യാണമായിട്ട് മുന്നോട്ട് പോകണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയം ശ്രീകലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീദേവിയോട് ശ്രീകല പറഞ്ഞു, മോളെ കല്യാണാവശ്യത്തിന് കുറെ പൈസ വേണ്ടി വരും, എവിടെന്തേലും കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കണമെന്ന് പറയാം. ഇത് കേട്ടോ ശ്രീദേവി പറഞ്ഞു, എവിടെ നിന്ന് ഉണ്ടാക്കാനാ, നിന്റെ വളയുണ്ടല്ലോ, ആ വളയൂരി അത് കൊണ്ടേ വിൽക്കോ പണയം വെക്കോ എന്തേലും ചെയ്യണം, എന്നാലേ ഇപ്പൊ ഇത്രയും കുറച്ച് കടങ്ങൾ വീട്ടാൻ പറ്റുള്ളൂ എന്ന് പറയാം. എന്റെ അമ്മേ, 2 ദിവസം ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിക്കുവാണ്. 2 ദിവസം ആയല്ലോ, ഇത് മതി, ഇത്രയൊക്കെ ഇട്ടത് മതി, പറഞ്ഞു കേട്ടല്ലോ. ആ വള കൊണ്ട് ഊരി പണയം വെക്കും എന്തെങ്കിലും ചെയ്യണം, എന്നാലും ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറയാം. അത് മാത്രമല്ല കല്യാണത്തിന് വേണ്ടി കുറെ പൈസയാവും, അപ്പൊ എവിടെന്തേലും കടം കൂടെ മേടിക്കണമെന്ന് പറയാം. ഞങ്ങൾ ചോദിച്ചാൽ തന്നെ നടക്കില്ല, നീയും കൂടെ വരണോന്ന് പറയണം. ഞാനോ? അതെ, ആ സ്റ്റീഫനോട് പോയി കുറച്ച് പൈസയും കൂടെ ചോദിച്ചു നോക്കാം. എന്റെ അമ്മേ, അയാളുടെ അടുത്തൊക്കെ ചെന്ന് പൈസ ചോദിക്കണം വല്ല കാര്യമുണ്ടോ? അതിനു വേണ്ടി എന്റെ കല്യാണം ഇപ്പൊ നടത്തണ്ട, എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയാം. ഇത് പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നല്ലൊരു ആലോചന വന്നു കഴിയുമ്പത്തേനും അതിന് നീ ഒത്തുപോകാതെ നീ ഓരോ കുഞ്ഞാമത്തിന് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാണ്ടല്ലോ, ഇതെങ്ങാനും കേട്ടോണ്ട് അച്ഛൻ വരണ്ട, അച്ഛൻ കേട്ടാ പിന്നെ അത് മതിയെന്ന് പറയണം. അല്ല അച്ഛൻ എന്തേ അമ്മേന്ന് ചോദിക്കണം. അച്ഛനെന്തേ ആ കടയിലേക്ക് അങ്ങോട്ട് പോയേക്കുവാന്ന് പറയണം. ഓ, ഈ അച്ഛന്റെ എപ്പോഴും ഒരു കടയിൽ പോക്ക്, ഒരു മുറുക്കാൻ വേണ്ടി ഇതൊക്കെ എന്ന് നിൽക്കുമെന്ന് ചോദിക്കുവാണ്. എങ്ങാനും പുറത്തിറങ്ങി നടങ്ങുന്നത് അതെ ആ ദേവമംഗലങ്കാർ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അതോട് തീർന്ന് പറയണം. ഇപ്പൊ എന്താണ് അവരിങ്ങോട്ട് വരാനെന്ന് പോകുന്നല്ലോ, അവര് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ഈ സമയം ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടുകൂടെ നിർത്തിയേക്കണം, ഇനി എന്നെ കൊണ്ട് കള്ളത്തരം പറയാനൊന്നും പറ്റില്ലെന്ന് പറയാം. അത് നിർത്തി, ഈ പൈസയും കൂടെ നമുക്ക് എവിടുന്നേലും മേടിക്കണം. ആ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാ, നിന്റെ കല്യാണവും നടന്നു കിട്ടി, പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു, പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലോ എന്ന് പറയണം. അതെ അതെ, അച്ഛനും അമ്മയ്ക്കും ഇത് പറഞ്ഞാൽ മതി, എനിക്ക് ആ ടെൻഷൻ അനുഭവിക്കേണ്ട, ഞാനല്ലേ ഇനി ആ വീട്ടിൽ ചെന്ന് കയറണ്ടേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാവും എനിക്ക് പോലും അറിയില്ലെന്ന് പറയണം. ഈ സമയം അയാള് ഉദയഭാനു എന്ത് ചെയ്യണം, അവിടെയുള്ള പെട്ടിക്കടയിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആകാശം ധർമ്മനും കൂടെ വരുന്നത്. അപ്പൊ പെട്ടിക്കട ചോദിക്കാനല്ലേ ബാലൻ പറഞ്ഞേ. അപ്പോഴാണ് പെട്ടിക്കട കണ്ടേ, അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പെട്ടിക്കടയാണ്. ഈ സമയം ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ പെട്ടിക്കടയിൽ ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉദയഭാനുവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവർ ആ പെട്ടിക്കടയിലേക്ക് എന്നിട്ട് ബൈക്ക് നിർത്തിയിട്ട് ചേട്ടാന്ന് വിളിക്കുകയാണ്. അപ്പൊ ഉദയഭാനു അങ്ങ് തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും നാളെ ബിക്കൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ വെറും കഷ്ണിത്തല മാത്രം. ചേട്ടാന്ന് വിളിച്ചിട്ട് ആകാശം ധർമ്മനും നിൽക്കുമ്പോഴത്തേനും ഉദയഭാനു അങ്ങ് തിരിഞ്ഞു. ഉദയഭാനുവിനെ കണ്ടതും ആകാശം ധർമ്മനും ഞെട്ടി. ഉദയഭാനു അതിനേക്കാളും വലിയൊരു ഞെട്ടലാ ഞെട്ടിയത്. കാരണം തന്റെ കഷ്ണിത്തല ഇത്ര നാളും വിക്കൊക്കെ വെച്ചോണ്ട് നടന്ന് ഈ പെട്ടെന്ന് ഈ കഷ്ണിത്തലയൊക്കെ ഇവര് കണ്ടല്ലോ. അത് മാത്രമല്ല കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്ന് മനസ്സിലായി. ഉദയഭാനുവിനെ കണ്ടിട്ട് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ
ധർമ്മനും ആകാശം കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നാളെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. ഇനിയിപ്പൊ കള്ളത്തരം പിടികൂടുവോ ദേവാനു ഇനി എന്തേലും പറഞ്ഞ് തടി തപ്പുമെന്നൊക്കെ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.